എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട NS+2 വിദ്യാർത്ഥികളെ, നമ്മൾ 2025 ഏപ്രിലേക്കുള്ള എക്സാമിനുള്ള തയ്യാറെടുപ്പാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ ബാച്ചിൻ്റെ, അതായത് 2024 ഒക്ടോബർ ബാച്ചിൻ്റെ ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ എയിൽ നിന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. എ പേഴ്സൺ ക്യാൻ ബി മെമ്പർ ഓഫ് ഹൗ മെനി അസോസിയേഷൻസ് അറ്റ് വൺ ടൈം. ഞാൻ ആൻസർ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതായത് എ പേഴ്സൺ ക്യാൻ ബി മെമ്പർ ഓഫ് ഹൗ മെനി അസോസിയേഷൻസ് അറ്റ് വൺ ടൈം. ഇത് ഇവിടെ ചോദിക്കാനുള്ള കാരണം നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചിട്ടുള്ളത്? അതായത് സിറ്റിസൺഷിപ്പ് അതിൽ പഠിച്ചിട്ടുണ്ട്. പൗരത്വം, ഒരു വ്യക്തിക്ക് ഒരേ സമയം ഒരു രാജ്യത്തെ പൗരത്വം മാത്രമേ ലഭിക്കുകയുള്ളൂ, അല്ലേ, ഒരു രാജ്യത്തെ പൗരൻ മാത്രമേ ആകാൻ സാധിക്കുകയുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് തെറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മറ്റൊരു ക്വസ്റ്റ്യനാണിത്. അതേസമയം അസോസിയേഷനിൽ ഒരേ സമയം ഒരു വ്യക്തിക്ക് എത്ര അസോസിയേഷനിൽ മെമ്പർ ആകാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ന്യൂമറസ്. അതായത് നമുക്ക് എത്ര എണ്ണത്തിൽ വേണോ ആകാം, 1, 2, 3 എത്ര അസോസിയേഷനിൽ വേണോ എന്താകാം, മെമ്പറാകാം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ വീഡിയോ യൂസ്ഫുള്ളായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി ക്യാരക്ടർ ഓഫ് യുനെസ്കോ ആൻ ഏജൻസി ഓഫ് യുണൈറ്റഡ് നാഷൻസ് ഈസ് ഡാഷ്. അതായത് യുണൈറ്റഡ് നാഷൻസിൻ്റെ, UNOയുടെ ഏജൻസി ആയിട്ടുള്ള യുനെസ്കോ, അതിൻ്റെ ക്യാരക്ടർ, സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശേഷത എന്താണെന്ന് ഉള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് അതിൻ്റെ ആൻസർ ഡി ആണ്, ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്രമാണെന്നുള്ളതാണ്. ഇൻ്റർനാഷണലാണ് അതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗാൻസ് ഓഫ് ദി ഗവൺമെൻറ് മേക്സ് ലോസ്. അതായത് താഴെ പറയുന്നവയിൽ ഏത് ഓർഗാനാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നത്, ലോസ് മേക്ക് ചെയ്യുന്നത് ആരാണ്? അത് ആരാണെന്ന് നമുക്കറിയാം. ഓപ്ഷൻ ബി ലെജിസ്ലേച്ചറാണ്. ലെജിസ്ലേച്ചർ, നിയമനിർമ്മാണ സഭ. നാലാമത്തെ ക്വസ്റ്റ്യൻ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ എന്ന്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെവല്യൂഷൻസ് ഗേവ് ദി കാർഡിനൽ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. താഴെ പറയുന്നവയിൽ ഏത്, കുറച്ച് റെവല്യൂഷൻ്റെ പേരുകൾ പറയുന്നുണ്ട്, അതിൽ ഏത് റെവല്യൂഷൻ, ഏത് വിപ്ലവമാണ്, ഏത് ഐഡിയാസ്, ലിബർട്ടി സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി സമത്വം, ഫ്രറ്റേണിറ്റി സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ഒരു ഐഡിയ, ആശയം അല്ലെങ്കിൽ ആ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ച വിപ്ലവം ഓപ്ഷൻ സി ഫ്രഞ്ച് റെവല്യൂഷനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമോങ് ദി ഫോളോയിങ് ഹാഡ് കോൺട്രിബ്യൂട്ടഡ് ടു മാക്സിയൻ ഫിലോസഫി. അതായത് കാൾ മാക്സിൻ്റെ മാക്സിയൻ തത്വങ്ങൾക്ക് താഴെ പറയുന്നവയിൽ ആരാണ് സംഭാവനകൾ നൽകിയിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൂടി നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ലെനിൻ. ഓപ്ഷൻ എ ആണ്, ലെനിൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ് ഈസ് കോൾഡ് ദി സോൾ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ, മൗലിക അവകാശങ്ങളുടെ ആത്മാവ് എന്ന് അറിയപ്പെടുന്നത്? അത് ഓപ്ഷൻ സി ആണ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടന എന്തിനുള്ള അവകാശം, അതായത് തിരുത്തുന്ന, അതിൻ്റെ കറക്റ്റ്, അതായത് പരിഹാരങ്ങൾക്കുള്ള, അല്ലേ, ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം, അതാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അതാണ് കറക്റ്റ് ആൻസർ. ഏഴാമത്തേത്, എവരി കാൻഡിഡേറ്റ് ഹാസ് ടു സബ്മിറ്റ് ഹിസ് ഓർ ഹെർ നോമിനേഷൻ പേപ്പേഴ്സ് ടു വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓഫീസർ. താഴെ പറയുന്നവയിൽ ഏത് ഓഫീസറിനാണ് എല്ലാ കാൻഡിഡേറ്റ്, എല്ലാ മത്സരാർത്ഥികളും സബ്മിറ്റ് ചെയ്യേണ്ടത്, അവരുടെ നോമിനേഷൻ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ടുന്നത് താഴെ പറയുന്ന ഏത് ഓഫീസറിനാണ് എന്നാണ്. അത് ആൻസർ ബി ആണ്, റിട്ടേണിംഗ് ഓഫീസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദി നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് ഇന്ത്യ ഫ്രം ദി ഫോളോയിങ് പാർട്ടീസ്. താഴെ കൊടുത്തിരിക്കുന്ന പാർട്ടികളിൽ നിന്നും ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് തിരിച്ചറിയുക. നാഷണൽ
പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, റീജിയണൽ പ്രാദേശിക പാർട്ടിയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്ഷൻ സി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഒരു നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി. ഓപ്ഷൻ സി. 9ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി ഇൻകറക്റ്റ്, തെറ്റായിട്ടുള്ളത്. ചൂസ് ദി ഇൻകറക്റ്റ് ഓപ്ഷൻ അബൌട്ട് ദി മെത്തേഡ്സ് ഓഫ് ദി പ്രഷർ ഗ്രൂപ്പ്സ്. സമ്മർദ്ദ ഗ്രൂപ്പ്, പ്രഷർ ഗ്രൂപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏത് രീതിയാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത് എന്നാണ്. അത് ഓപ്ഷൻ ബി ആണ്. ദേ യൂസ് എക്സ്ട്രീമിസ്റ്റ് മെത്തേഡെന്ന് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്തുപയോഗിക്കുന്നു, അവർ അതിക്രമ മാർഗം സ്വീകരിക്കുന്നു എന്നവരെക്കുറിച്ച്, പ്രഷർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി. 10ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. അതും തെറ്റെഴുതാനാണേ. തെറ്റ് ഏതാണെന്ന് കണ്ടെത്താൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് അബൌട്ട് ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ ഇൻ UN പീസ് കീപ്പിംഗ് ഓപ്പറേഷൻസ്. അതായത് താഴെ പറയുന്നവയിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവനയാണ് റോങ് ആയിട്ടുള്ളത്, തെറ്റായിട്ടുള്ളത് അബൌട്ട് ഇന്ത്യാസ് കോൺട്രിബ്യൂഷൻ, എന്തിനെക്കുറിച്ച്, ഇന്ത്യയുടെ സംഭാവന ഇൻ UN പീസ് കീപ്പിംഗ്, യുണൈറ്റഡ് നാഷൻസിൻ്റെ, ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ സംഭാവനയായിട്ടുള്ള താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? അതിൽ ഓപ്ഷൻ സി ആണ്. അതായത് ഇറ്റ്സ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ഹാസ് ബീൻ ഇൻ യൂറോപ്പ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടുതലും സംഭാവനകളും എവിടെയാണ്, യൂറോപ്പിലാണെന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. 11ാമത്തേത്, ചൂസ് ദി ഓപ്ഷൻ വിച്ച് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് അതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള പ്രസ്താവന, NAM, നാം, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ പറയാനാണ്. 11ാമത്തേത്, അത് സി ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? നാം ഈസ് ടു റിമെയിൻ അവേ ഫ്രോം മിലിറ്ററി ബ്ലോക്സ്. എല്ലാ തരത്തിലുമുള്ള സൈനിക മുന്നണികളിൽ നിന്നും എന്ത് ചെയ്യുന്നു, അകലം പാലിക്കുന്നതാണ് നാം. അതാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇന്ത്യാസ് ഫോറിൻ പോളിസി. ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അത് ഓപ്ഷൻ സി. ഇറ്റ് ഡിഡ് നോട്ട് ജോയിൻ എനി മിലിറ്ററി അലയൻസ്. എന്താണ്? ഇന്ത്യ ഒരിടത്തും ഒരു സൈനിക മുന്നണിയിലും ചേരാത്തത്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ പോളിസി. അടുത്ത് 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. തെറ്റായിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റായിട്ടുള്ളത്? അത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യ ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ സെക്യൂരിറ്റി കൗൺസിൽ ആസ് എ പെർമനൻറ്റ് മെമ്പർ. നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു സ്ഥിര അംഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് എക്സ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡിഡ് വിസിറ്റ് ചൈന ബിഫോർ 2005 ടു പ്രൊമോട്ട് ഗുഡ് റിലേഷൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന. ഏത് മുൻ പ്രധാനമന്ത്രിയാണ് ഇവിടെ ചൈന വിസിറ്റ് ചെയ്തത് ബിഫോർ 2005 മുന്നേ ടു പ്രൊമോട്ട്, പ്രോത്സാഹിപ്പിക്കാൻ ഗുഡ് റിലേഷൻസ്, നല്ല ബന്ധം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി 2005 മുന്നേ ഏത് മുൻ പ്രധാനമന്ത്രിയാണ് ഇവിടെ സന്ദർശിച്ചത്? ചൈന സന്ദർശിച്ചത്. ഇത് എല്ലാവർക്കും അറിയാം. ഇത് മിക്കവാറും എല്ലാ വർഷവും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ സി, അടൽ ബിഹാരി വാജ്പേയി. 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കോസ് ഓഫ് പാർട്ടീഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഇൻ 1947. 1947 നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിച്ചല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചു. ആ വിഭജിക്കാൻ കാരണമായത് വിച്ച് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കാരണമാണ്? എന്താണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കാൻ കാരണമായത്, പാർട്ടീഷൻ ചെയ്യാൻ? അത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? അതായത് ബി ആണ്. ടു നാഷൻ തിയറി പ്രൊപ്പൗണ്ടഡ് ബൈ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം. അതാണ് ടു നാഷൻ തിയറി, ദ്വിരാഷ്ട്ര സിദ്ധാന്തം. മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ദ്വിരാഷ്ട്ര സിദ്ധാന്തം, മറ്റൊരു രാജ്യം, മുസ്ലിംസിന് വേറൊരു രാജ്യം വേണമെന്നുള്ള സിദ്ധാന്തമാണ് 1947 ബ്രിട്ടീഷ് ഇന്ത്യ പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാരണമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ 1.
16 മുതൽ വേൾഡ് ഓർഡർ ആൻഡ് ദി യുണൈറ്റഡ് നാഷൻസ് ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 24 ഒക്ടോബർ 1945? 1945 ഒക്ടോബർ 24 എസ്റ്റാബ്ലിഷ് ചെയ്ത് ആരംഭിച്ച അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, യുണൈറ്റഡ് നാഷൻസ്, ഐക്യരാഷ്ട്ര സംഘടന. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നാഷൻസ് ഹാസ് മോർ ദാൻ 190 മെമ്പേഴ്സ്? താഴെ പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഓർഗനാണ് 190-ലധികം മെമ്പേഴ്സ് ഉള്ളത്? വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗൻസ് ഓഫ് ദി യുണൈറ്റഡ് നാഷൻസ് ഹാസ് മോർ ദാൻ 190 മെമ്പേഴ്സ്? 190-ലധികം മെമ്പേഴ്സ് ഉള്ളത് ജനറൽ അസംബ്ലിക്കാണ്. ഓപ്ഷൻ ബി ആണ്. അതുപോലെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരോടൊരു കാര്യം, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും NAS+2ൻ്റെ അഡ്മിഷനൊക്കെ എടുക്കാൻ 10ാം ക്ലാസ്സോ NAS+2 എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പർ കൊടുത്തിട്ട് ടീച്ചറിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുക. അതുപോലെ ട്യൂഷനൊക്കെ ആവശ്യമുള്ളവരും എന്ത് ചെയ്യുക, കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പഠനം ഉറപ്പാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെയും നമ്മുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരിക. ഓക്കെ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കൺട്രീസ് ആർ ദി പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നാഷൻസ്? ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ആ ഓപ്ഷണൽ മൊഡ്യൂള് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. 2 ചാപ്റ്ററേ ഉള്ളൂ, 15 മാർക്ക് അതിൽ നിന്ന് കിട്ടും. സുഖമായിട്ട് ഈ 1 വേർഡൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ആ 2 ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി കൺട്രീസ് ആർ ദി പെർമനൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദി യുണൈറ്റഡ് നാഷൻസ്? എത്ര രാജ്യങ്ങളാണ് പെർമനൻ്റ് സ്ഥിരമായിട്ട് അംഗങ്ങളായിട്ട് ഏതിലുള്ളത്? യുണൈറ്റഡ് നാഷൻസ് ഐക്യരാഷ്ട്രസഭയിൽ ഉള്ളത് എത്ര രാജ്യങ്ങളാണ്? 5 എണ്ണം. ബി 5, 5 എണ്ണമാണ്. 19 ഓപ്ഷൻ ബി ആണ്. 19, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസാർമമെൻറ്റ് ട്രീറ്റി? ഡിസാർമമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നിരായുധീകരണം അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട വിച്ച് ഓഫ് ദി ഫോളോയിങ്, താഴെ പറയുന്നവയിൽ ഏതാണ് ഡിസാർമമെൻറ്റ് ട്രീറ്റി അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, NAM, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ബാക്കിയെല്ലാം എന്താണ്? നിരായുധീകരണ ഉടമ്പടികളാണ്. CTBT, അതുപോലെ ബാനിങ് ഓഫ് ലാൻഡ് മൈൻസ് ഇൻ 1997, NPT എന്നിവ. അതിൽ NAM മാത്രമാണ് അത് അങ്ങനെ അല്ലാത്തത്. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ 1950 ദി ആംഡ് ഫോഴ്സസ് ഓഫ് വിച്ച് കൺട്രി ഹാഡ് ക്രോസ്ഡ് ഓവർ ടു സൗത്ത് കൊറിയ ആൻഡ് റെഫ്യൂസ്ഡ് ടു ഗോ ബാക്ക്? ഇൻ 1950, 1950 ദി ആംഡ് ഫോഴ്സസ് ഓഫ് വിച്ച് കൺട്രി, ഏത് രാജ്യത്തിൻ്റെ സായുധ സൈന്യമാണ് ക്രോസ്ഡ് ഓവർ ടു സൗത്ത് കൊറിയയിലോട്ട് എന്ത് ചെയ്തത്? ക്രോസ് ചെയ്തത് അല്ലെങ്കിൽ കയറുകയും ആൻഡ് റെഫ്യൂസ്ഡ് ടു ഗോ ബാക്ക്, തിരികെ പോകാൻ വിസമ്മതിക്കുകയും ചെയ്തത് ഏത് രാജ്യത്തിൻ്റെ ഫോഴ്സായിരുന്നു, ആർമി ഫോഴ്സായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻ സി, നോർത്ത് കൊറിയയുടേതാണ്. നോർത്ത് കൊറിയയുടെ സൈന്യമാണ് സൗത്ത് കൊറിയയിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യാതിരുന്നത്? പിൻവാങ്ങാൻ തയ്യാറാകാതെ ഇരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഓപ്ഷണൽ മൊഡ്യൂളാണ്. അത് സെക്കൻഡ് ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഫസ്റ്റ് ഓപ്ഷണൽ മൊഡ്യൂളാണ്, അതായത് ഇത് ഏതാണ്? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. നമ്മൾ നോക്കിയത് ഏതായിരുന്നു? യുണൈറ്റഡ് നാഷൻസ് ആയിരുന്നു. ഓക്കെ. നെക്സ്റ്റ് 21 മുതലാണ് വീണ്ടും നമുക്ക് എന്താണ് അല്ലാതെ ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, Liberalism is a philosophy full of tensions. On the one hand, it unfurls the flag of dash and on the other hand argues for dash. അതായത് ലിബറലിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പോരായ്മകളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ദർശനമാണ്. അതിൻ്റെ ഒരു വശത്ത് എന്തെന്നാണ് പറയുന്നത്? ഒരു വശത്ത് എന്തിൻ്റെ പതാക? ഫ്ലാഗ് ഓഫ് ഡാഷ്. ആദ്യത്തെ ഡാഷിൽ എന്താണ് എഴുതാനുള്ളത്? ലിബർട്ടി എന്നാണ്.
ഫ്ലാഗ് ഓഫ് ലിബർട്ടി. എന്നിട്ട് രണ്ടാമത്തെ ഡാഷിൽ എന്താണ്? ഒരു വശത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പതാക ഉയർത്തുമ്പോൾ മറുവശത്ത് ഡാഷിന് വേണ്ടി വാദിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആർഗ്യൂസ് ഫോർ ഇക്വാളിറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? സമത്വത്തിന് വേണ്ടി. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ ഫ്ലാഗ് ഓഫ് ലിബർട്ടി, രണ്ടാമത്തേൽ ആർഗ്യൂസ് ഫോർ ഇക്വാളിറ്റി. ഓക്കെ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രൊലറ്റേറിയറ്റ് മീൻസ് ദി റൂൾ ഓഫ് ദി ഡാഷ് ക്ലാസ്. തൊഴിലാളി വർഗ ഏകാധിപത്യം അല്ലേ? ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രൊലറ്റേറിയറ്റ് മീൻസ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗ ഏകാധിപത്യം എന്നത് ഡാഷ് വർഗത്തെ, ആധിപത്യത്തെ സൂചിപ്പിക്കുന്നു. ഏത് വർഗത്തിൻ്റെയാണ്? അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വർക്കിംഗ് ക്ലാസ്. റൂൾ ഓഫ് ദി ഡാഷ് ക്ലാസ്, വർക്കിംഗ് ക്ലാസ്, തൊഴിലാളി വർഗം തന്നെയാണ്, ജോലി ചെയ്യുന്നവർ. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 22-ൽ രണ്ടാമത്തേത്, മാർക്സിസം വാസ് എ റിയാക്ഷൻ എഗെയിൻസ്റ്റ് ഡാഷ്. മാർക്സിസം എന്ന് പറയുന്നത് ഏതിനെതിരെയുള്ള പോരാട്ടമാണ്? ക്യാപിറ്റലിസം അല്ലേ? ക്യാപിറ്റലിസം, മുതലാളിത്തത്തിനെതിരെയുള്ളത്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ് ഇൻ വൺ വേർഡ്. അതായത് നമ്മൾ ഈ 22 ക്വസ്റ്റ്യൻ ആയപ്പോൾ തന്നെ 50 മാർക്കിൻ്റേത് അല്ല 22, ഏകദേശം ഒരു 35 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് 50 മാർക്കിൻ്റെ വൺ വേർഡ് ആകുന്നത്. വൺ വേർഡ് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കിയിട്ട് അടുത്ത ദിവസം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനും കൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് 50 മാർക്കിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 22 നമ്മൾ പറഞ്ഞു, 23ാമത്തേത്, ബൈ വിച്ച് അമെൻമെൻറ്റ് വാസ് ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അമെൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി. ബൈ വിച്ച് അമെൻമെൻറ്റ്, ഏത് ഭേദഗതിയാണ്? വാസ് ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മൾ ചെയ്യേണ്ടുന്ന കുറേ മൗലികപരമായ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഭരണഘടനയിലെ ഏത് ഭേദഗതിയിലാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, മൗലിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അമെൻമെൻറ്റ് ഏതാണ്? 42, 42ാം ഭേദഗതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ആദ്യത്തെ ഡാഷിൽ 42 ആണ്, 42. അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അനുച്ഛേദം, ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ് ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലികപരമായ ഉത്തരവാദിത്തങ്ങൾ ആഡഡ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് ആർട്ടിക്കിൾ അനുച്ഛേദത്തിലാണെന്ന് ചോദിച്ചാൽ 51ാം ആർട്ടിക്കിൾ, 51A, ആർട്ടിക്കിൾ 51. ഇനി അമെൻമെൻ്റ് ഏതെന്ന് ചോദിച്ചാൽ 42. 24ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നെയാണ്, അതും രണ്ടും നമ്മൾ ഫില്ല് ചെയ്യണം, ഓരോ മാർക്ക് കിട്ടും. ആർട്ടിക്കിൾ 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ ഡാഷ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് എ ഡാഷ് സ്ട്രക്ചർ. എന്താണ് പറയുന്നത്? അതായത് ആർട്ടിക്കിൾ 1 അനുസരിച്ച്, ആർട്ടിക്കിൾ 1 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ്സ്, ഒന്നാമത്തെ ആർട്ടിക്കിളിൻ്റെ, ഭരണഘടന ആർട്ടിക്കിൾ 1 വിശദീകരിക്കുന്നത് ഇന്ത്യ ആസ് എ ഡാഷ് ഓഫ് സ്റ്റേറ്റ്, ഇന്ത്യ എങ്ങനെയുള്ള സ്റ്റേറ്റ് ആണെന്നാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. ആദ്യത്തെ ഡാഷിൽ 24ാമത്തേത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ആൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷസ്, നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത് ഡാഷ് സ്ട്രക്ചർ. എന്ത് സ്ട്രക്ചറാണ്? ഒരു ഫെഡറൽ, ദ്വിഭരണം അല്ലേ? നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്നുള്ള ഫെഡറൽ സ്ട്രക്ചർ. രണ്ടാമത്തേതിൽ ഫെഡറൽ. 25ാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ മേ ഇഷ്യൂ എ പ്രൊക്ലമേഷൻ ടു ഇമ്പോസ് ഇൻ എ സ്റ്റേറ്റ് ഇഫ് ഷീ ഓർ ഹീ ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഡാഷ് മെഷീനറി ഹാസ് ഫെയിൽഡ് ഇൻ ദി സ്റ്റേറ്റ്. അതായത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ മേ ഇഷ്യൂ എ പ്രൊക്ലമേഷൻ, ഇന്ത്യയിലെ പ്രസിഡൻറ്റ്
ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്താണ്, ഒരു പ്രഖ്യാപനം നടത്തണമെങ്കിൽ ടു ഇമ്പോസ് ചുമത്താൻ എന്താണ് ഇന്ന സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ ഇഫ് ഷീ ഓർ ഹി അത് പ്രസിഡൻറ്റ് ആരായാലും അദ്ദേഹമായാലും അവരായാലും ആരായാലും സാറ്റിസ്ഫൈഡ് ദാറ്റ് ഡാഷ് മെഷീനറി ഒരു സ്റ്റേറ്റിലെ സംസ്ഥാനത്തിലെ എന്ത് സംവിധാനം തകരാറിലായാൽ അല്ലെങ്കിൽ തോൽവി സംഭവിച്ചാലാണ് ഒരു പ്രസിഡൻറ്റിന് ഇന്ത്യൻ പ്രസിഡൻറ്റിന് എന്ത് പ്രൊക്ലമേഷൻ നടത്താവുന്നത്. ഏത് മെഷീനറി എന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി. ഏത് സംവിധാനത്തിലാണ്, ഭരണഘടനാ സംവിധാനത്തിന് എന്തെങ്കിലും തകരാറ് വന്നാലാണ് അവിടെ എന്ത് ചെയ്യാനുള്ളത്, പ്രസിഡൻ്റ് ഇടപെട്ട് ഭരണം ഏർപ്പെടുത്തുന്നത്. അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് പ്രസിഡൻറ്റിന് ചോദിക്കാം ദി സ്റ്റേറ്റ്സ് ടു ഏതിനോട്, സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ ആരോടാണ്, ഡാഷ് ദി സാലറീസ് ഓഫ് ഓൾ ഓർ എനി ക്ലാസ് ഓഫ് ഡാഷ് എംപ്ലോയീസ്. ആദ്യത്തെ ഡാഷിൽ എന്ത് എഴുതണം നമ്മൾ, സ്റ്റേറ്റ്സ് ടു റെഡ്യൂസ്, എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യുക എന്ന് വെട്ടിക്കുറയ്ക്കുക, പിടിച്ചെടുക്കുക, ശമ്പളങ്ങൾ അല്ലേ, സാലറീസ് അവരിൽ നിന്നും തിരിച്ചു പിടിക്കാം. ഓൾ ഓർ എനി ക്ലാസ് ഓഫ് ഡാഷ് എംപ്ലോയീസ്, ഏത് എംപ്ലോയീസാണ്, ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ളവരുടെ. ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി പ്രസിഡൻറ്റ് മേ ആസ്ക് ദി സ്റ്റേറ്റ്സ് ടു റെഡ്യൂസ് ദി സാലറീസ് ഓഫ് ഓൾ, ഒന്നുകിൽ എല്ലാവരുടെയും അല്ലേ, എല്ലാവരുടെയും തന്നെ സാലറി റെഡ്യൂസ് ചെയ്യാൻ, വെട്ടിക്കുറയ്ക്കാനുള്ള അധികാരമുണ്ട് ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോൾ, സാമ്പത്തിക അടിയന്തരാവസ്ഥ കാലത്ത്. ഓർ എനി ക്ലാസ് ഓഫ് ഡാഷ് എംപ്ലോയീസ്, ഏതെങ്കിലും വിഭാഗത്തിൽ, ഒന്നിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിലുള്ള ഗവൺമെൻറ് എംപ്ലോയീസ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഡോക്ടർ B.R. അംബേദ്കർ, B.R. അംബേദ്കറിനെ സംബന്ധിച്ച് ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റ് ദി ഡാഷ് ബട്ട് ഡസ് നോട്ട് റൂൾ ഓവർ ദി നാഷൻ. എന്താണ് അംബേദ്കർ പറയുന്നത്, അതാണ് അവിടെ കോട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡൻറ്റ് പ്രതിനിധാനം ചെയ്യുന്ന, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദി ഡാഷ് എന്തിനെയാണ്, നാഷൻ. നാഷൻ എന്ന് പറയുമ്പോൾ നേഷൻ നമ്മുടെ രാജ്യത്തെയാണ് നേഷൻ. ബട്ട് ഡസ് നോട്ട് റൂൾ ഓവർ ദി നേഷൻ, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, അത് ആ ഭരണം നടത്താം, അത് രാജ്യത്തിന് അതീതമായിട്ടല്ല, പ്രസിഡൻ്റ് എപ്പോഴും അതിന് വിധേയനായിട്ടായിരിക്കണം. അപ്പോൾ ആ ഡാഷിൽ എഴുതേണ്ടുന്നത് നേഷൻ എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഓക്കെ, ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ റെപ്രസെൻറ്റ്സ് ദി നേഷൻ ബട്ട് ഡസ് നോട്ട് റൂൾ ഓവർ ദി നേഷൻ. നെക്സ്റ്റ് രണ്ടാമത്തേത്, ഓൾ ദി ഡാഷ് ഓഫ് ദി ക്യാബിനറ്റ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദി പ്രസിഡൻറ്റ്. എന്തിലുള്ളതാണ് ക്യാബിനറ്റ്, അവരുടെ ഒരു കൂട്ടം അല്ലേ. ഓൾ ദി ഡിസിഷൻസ്, തീരുമാനം, ഓൾ ദി ഡിസിഷൻസ് ഓഫ് ദി ക്യാബിനറ്റ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു ദി പ്രസിഡൻറ്റ്. അതായത് മന്ത്രിമാരുടെ തീരുമാനങ്ങൾ പ്രസിഡൻറ്റുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അവർ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് ആശയവിനിമയം നടത്താറുണ്ടെന്നാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. എ പേഴ്സൺ ഈസ് ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് if he or she has been a judge of any high court for at least dash years. അതായത് എ പേഴ്സൺ ഈസ് ക്വാളിഫൈഡ് ഫോർ അപ്പോയിൻമെൻറ്റ്, ഒരു വ്യക്തിക്ക് എന്തിന് ക്വാളിഫൈഡ് ആവണമെങ്കിൽ, അതായത് യോഗ്യനാകണമെങ്കിൽ, അപ്പോയിൻമെൻറ്റ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം, എ ജഡ്ജ് ഓഫ് എനി ഹൈക്കോർട്ട്, ഏതെങ്കിലും ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജിയായിട്ട് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് ഡാഷ് ഇയേഴ്സ്, എത്ര വർഷമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 5 years ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിയായിട്ട് 5 വർഷമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 years, ഓർ ഹാസ് ബീൻ ആൻ അഡ്വക്കേറ്റ് ഓഫ് എ ഹൈക്കോർട്ട്, അല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റായിട്ട് എത്ര വർഷം, അറ്റ്ലീസ്റ്റ് ഡാഷ് ഇയേഴ്സ്, അത് 10 years. ജഡ്ജിയായിട്ട് 5 വർഷമെങ്കിലും, അതല്ലെങ്കിൽ ഹൈക്കോർട്ടിലെ അഡ്വക്കേറ്റായിട്ട് 10 വർഷമെങ്കിലും ജോലി നോക്കിയ ആളായിരിക്കണം. 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കറക്റ്റ്ലി. പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ഡാഷ് ഓഫ് പവേഴ്സ്. പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത് എന്തിൻ്റെ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പവറിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് അവിടെ എഴുതാനുള്ളത്. പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ആ ഡാഷിൽ
ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ അധികാര വികേന്ദ്രീകരണം. പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ്. രണ്ടാമത്തെ എന്താണ്? ദി 73rd അമെൻമെൻറ്റ് ഹാസ് ഗിവൺ ഡാഷ് സ്റ്റാറ്റസ് ടു ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം. 73ാം ഭരണഘടനാ ഭേദഗതി ഹാസ് ഗിവൺ നൽകുന്നു ഡാഷ് സ്റ്റാറ്റസ് ടു പഞ്ചായത്ത് രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് എന്ത് പദവിയാണ് നൽകുന്നത്? എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്, ഭരണഘടനാ പദവി. ആ ഡാഷിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് എഴുതാനുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഹൈക്കോർട്ട് ഈസ് ദി ഡാഷ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ്. ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിലെ, ഒരു സംസ്ഥാനത്തിലെ എന്ത് ആണ്? ഡാഷ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഹയസ്റ്റ്, ഏറ്റവും വലുതാണ് അല്ലേ? ഹൈക്കോർട്ട് ഈസ് ദി ഹയസ്റ്റ് കോർട്ട് ഇൻ എ സ്റ്റേറ്റ് ആൻഡ് അപ്പീൽസ് എഗെയിൻസ്റ്റ് ദി ഡിസിഷൻസ് ഓഫ് ദി ഡാഷ് കോർട്സ്. ഏതിന് എതിരെ വരുന്ന അപ്പീൽസ് ആണ് ഇവിടെ എത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സബോർഡിനേറ്റ് കോർട്സ്, കീഴ്ക്കോടതികളിൽ നിന്നുള്ള ഡിസിഷൻസ് ഓഫ് ദി സബോർഡിനേറ്റ് കോർട്സ് ആർ ടേക്കൺ ടു ദി ഹൈക്കോർട്ട്. ആദ്യത്തെ ഡാഷിൽ ഹയസ്റ്റ് കോർട്ടെന്നും രണ്ടാമത്തേതിൽ സബോർഡിനേറ്റ് കോർട്സ് എന്നും എഴുതണം. 30ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് എ മെഷർ ഓഫ് ഇലക്ടറൽ റിഫോം ദി വോട്ടിംഗ് ഏജ് വാസ് റെഡ്യൂസ് ഫ്രം ഡാഷ് ഇയേഴ്സ് ടു 18 years. ആസ് എ മെഷർ ഓഫ് ഇലക്ടറൽ റിഫോം, അതായത് തിരഞ്ഞെടുപ്പ് പരിഷ്കരണം എന്ന നിലയിൽ വോട്ടിംഗ് ഏജ്, വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്ര വയസ്സിൽ നിന്നും 18ലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. ആദ്യം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ 18 വയസ്സായവർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ ഏതാണ് എഴുതാനുള്ളത്? റെഡ്യൂസ്ഡ് ഫ്രം 21 years to 18 years. ഇറ്റ് ഹെൽപ്ഡ് ടു ഡാഷ് ദി നമ്പർ ഓഫ് യങ് വോട്ടേഴ്സ്. അവിടെ യങ് വോട്ടേഴ്സ്, യുവാക്കളുടെ വോട്ട് എന്ത് ചെയ്യുന്നതിന് സഹായകമായിട്ടുണ്ട്? ഇൻക്രീസ്, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ എഴുതാനുള്ളത്. ഇറ്റ് ഹെൽപ്ഡ് ടു ഇൻക്രീസ്, വർദ്ധിപ്പിക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്കിപ്പോൾ അറിയില്ലെങ്കിൽ അത് മലയാളത്തിലും എഴുതാം, ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ എഴുതണമെന്നില്ല. 50 മാർക്കിൻ്റെ വൺ വേഡ് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാം, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. 31ാമത്തെ ക്വസ്റ്റ്യൻ. ദി ഡാഷ് ഐഡൻറ്റിറ്റി കാർഡ്സ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ടു എറാഡിക്കേറ്റ് ഡാഷ് വോട്ടിംഗ് ഇംപേഴ്സണേഷൻ. അതായത് നമ്മൾ തിരിച്ചറിയൽ കാർഡുകൾ ഡാഷ് വോട്ടിനെയും വ്യാജത്വത്തെയും ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഏത് തിരിച്ചറിയൽ കാർഡാണ്? EPIC, എലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. ഐഡൻറ്റിറ്റി കാർഡ് എന്നായാൽ അവിടെ ഐഡൻറ്റിറ്റി കാർഡ് തന്നിട്ടുണ്ട്, എലക്ടേഴ്സ് ഫോട്ടോ, അതാണ് അവിടുത്തെ വരാളതി. എലക്ടേഴ്സ് ഫോട്ടോ എന്നുള്ളതാണ് എഴുതാനുള്ള. എലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്സ് EPIC എന്ന് പറയും. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ആ കാർഡുകൾ വ്യാജ വോട്ടിങ്ങൊക്കെ തടയുന്നത്. രണ്ടാമത്തെ ഡാഷിൽ എന്തെഴുതാം? എറഡിക്കേറ്റ് ഡാഷ് വോട്ട് എന്നുള്ളിടത്ത് നമുക്ക് എന്തെഴുതാം? ബോഗസ്, BOGUS, ബോഗസ് വോട്ടിംഗ് ഓർ ഇംപേഴ്സണേഷൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി വൺ NGO, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക്സ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. അതിൽ ഒരെണ്ണത്തിന് പേര് പറയാം, ഒരു ഓർഗനൈസേഷൻ്റെ പേര് പറയാനാണ്, NGOയ്ക്ക് ഉദാഹരണം പറയാനാണ്. അത് ഏതെഴുതാം നമുക്ക്? ആംനസ്റ്റി ഇൻ്റർനാഷണൽ എഴുതാം, ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നെയിം എനി വൺ ഹിൻഡ്രൻസ് ടു ഗുഡ് ഗവർണൻസ്. നല്ല ഭരണത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരു തടസ്സമാകുന്ന ഒരു ഉദാഹരണം ഏതാണ്? കറപ്ഷൻ, അഴിമതി ഒരു ഗുഡ് ഗവർണൻസിന് തടസ്സമാണല്ലേ. അപ്പോൾ അവിടുത്തെ ആൻസർ കറപ്ഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം എനി ടു നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതായത് നമുക്ക് പുനർനിർമ്മിക്കാൻ കഴിയാത്ത രണ്ട് റിസോഴ്സസ്. നമ്മൾ അതിന് ഉദാഹരണം എഴുതാനാണ്. ഒന്ന് കോൾ, കൽക്കരിയും പിന്നെ പെട്രോളിയവും, അത് രണ്ടുമാണ്. നെക്സ്റ്റ് അതിലൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നെയിം ദി കമ്മീഷൻ ദാറ്റ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് എൻടൈറ്റിൽഡ് അവർ കോമൺ ഫ്യൂച്ചർ ഇൻ 1987. അതായത്
ഏത് കമ്മീഷനാണ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് എൻറ്റൈറ്റിൽഡ് അവർ കോമൺ ഫ്യൂച്ചർ എന്നുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1987. അതേതാണ്? ബ്രഡ്ലാൻഡ് കമ്മീഷനാണ്. BRUNDTLAND ബ്രഡ്ലാൻഡ് കമ്മീഷൻ. 34ാമത്തെ ക്വസ്റ്റ്യൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഗ്രോത്ത് ഓഫ് ഡാഷ് ഈസ് എ മേജർ കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. പ്രകൃതിയുടെ നശീകരണത്തിന് കാരണമാകുന്ന, ശോഷണത്തിന് കാരണമാകുന്ന ഒരു പ്രധാന കാരണം ഡാഷിൻ്റെ ഗ്രോത്താണ്. എന്ത് ഗ്രോത്താണ് അവിടെ? പോപ്പുലേഷൻ. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യാവർദ്ധനവ്. 34ാമത്തേൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് ഷുഡ് ബി യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ദി ഡാഷ്. അതായത് നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ്, സംരക്ഷിക്കണം. എന്തിനെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്? പ്രൊട്ടക്റ്റ് ദി എൻവയോൺമെൻറ്റ്, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്. എൻവയോൺമെൻറ്റ് എന്നാണ് അവിടെ എഴുതാനായിട്ടുള്ളത്. നെക്സ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യൻ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡാഷ് ടെക്നോളജി. അവിടെ എന്ത് ടെക്നോളജിയാണ്? ഇൻഫർമേഷൻ ടെക്നോളജി. യൂസ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഉപയോഗം അല്ലേ, അത് ഈസ് എ വെരി എഫക്റ്റീവ് ടൂൾ ഓഫ് ഗുഡ് ഗവേണൻസ്. നല്ല ഭരണത്തിന് നല്ല എഫക്റ്റീവ്, ഫലപ്രദമായിട്ടുള്ള ഉപകരണങ്ങളാണ് കമ്പ്യൂട്ടറുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. വിവര സാങ്കേതിക വിദ്യ എന്ന് എഴുതാം. അടുത്തത് പ്യൂപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഡാഷ് ഓഫ് ഗുഡ് ഗവേണൻസ്. പ്യൂപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ ഫീച്ചർ ഓഫ് ഗുഡ് ഗവേണൻസ്. അതായത് നല്ല ഭരണത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് കാണാം പ്യൂപ്പിൾ കെയറിംഗ് അഡ്മിനിസ്ട്രേഷനെ. ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? ഭരണത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഗുഡ് ഗവേണൻസിൻ്റെ ഒരു സവിശേഷതയായി കാണാം. ഇത്രയുമാണ് 50 മാർക്കിൻ്റെ വൺ വേഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി അതിലോട്ടുള്ളത് ബാക്കി വരുന്നത് എന്താണ്? 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.